ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 324. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 324 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 25. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 2011 മുതൽ ഇന്ത്യയിൽ ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് ജനുവരി 25 ഇന്ത്യയിൽ ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 25. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത് അതുപോലെ നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് 2 കമ്മീഷണർമാരെയും, അതായത് ഇന്ത്യയുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അംഗങ്ങളായിട്ടുള്ളത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും അതുപോലെ 2 കമ്മീഷണർമാരുമാണ്. അപ്പോൾ ഇവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതുമൊക്കെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആരുടെ മുമ്പാകെയാണ്? രാഷ്ട്രപതിയുടെ. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമം അറിയപ്പെടുന്ന പേരെന്താണ്? ഇംപീച്ച്മെൻറ്റ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെൻറ്റ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? 6 വർഷം അഥവാ 65 വയസ്സ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വോട്ടവകാശത്തിലൂടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവർ അറിയപ്പെടുന്നത് സമ്മതിദായകർ എന്നാണ്. വോട്ടവകാശത്തിലൂടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവർ അറിയപ്പെടുന്നത് സമ്മതിദായകർ എന്ന പേരിലാണ്. വോട്ട് ചെയ്യാനുള്ള അവകാശം ഒരു ഭരണഘടനാ അവകാശം അല്ലെങ്കിൽ ഒരു നിയമ അവകാശം മാത്രമാണ്. ഈ വോട്ട് ചെയ്യാനുള്ള അവകാശം ഒരു മൗലിക അവകാശത്തിലൊന്നും ഉൾപ്പെടുന്നതല്ല, എന്നാൽ ഒരു ഭരണഘടനാ അവകാശം അല്ലെങ്കിൽ ഒരു നിയമ അവകാശമാണ്. പോളിംഗ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് പ്രചരണ പരിപാടി അവസാനിപ്പിക്കേണ്ടത്? 48 മണിക്കൂർ. പോളിംഗ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ആരുടെ മുമ്പാകെയാണ്? റിട്ടേണിംഗ് ഓഫീസറുടെ. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെയാണ്. ഒരു പോളിംഗ് ബൂത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രിസൈഡിംഗ് ഓഫീസർ. ഒരു പോളിംഗ് ബൂത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് പ്രിസൈഡിംഗ് ഓഫീസർ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ്? TN സേഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി TN സേഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തർക്കങ്ങൾ പരിഹരിക്കുന്ന കോടതി ഏതാണ്? സുപ്രീം കോടതി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തർക്കങ്ങൾ പരിഹരിക്കുന്ന കോടതി സുപ്രീം കോടതിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? നിർവചൻ സദൻ. ന്യൂഡൽഹിയിലെ നിർവചൻ സദനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരം. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ഇന്ത്യയുടെ 25ാമത്തെ, അതായത് നിലവിലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. നിലവിലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ്? അനൂപ് ചന്ദ്ര പാണ്ഡെയും അരുൺ ഗോയലും. നിലവിലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ അനൂപ് ചന്ദ്ര പാണ്ഡെയും അരുൺ ഗോയലുമാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത ആരാണ്? VS രമാദേവി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത VS രമാദേവിയാണ്.
സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 326. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 326 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗി. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ലോക്സഭ, നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതായത് ജനങ്ങൾ നേരിട്ട് വോട്ട് രേഖപ്പെടുത്തി ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്. അതിന് ഉദാഹരണങ്ങളാണ് ലോക്സഭ, നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. പരോക്ഷ തിരഞ്ഞെടുപ്പിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പും രാജ്യസഭാ തിരഞ്ഞെടുപ്പും. പരോക്ഷ തിരഞ്ഞെടുപ്പിന് ഉദാഹരണങ്ങളാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ തിരഞ്ഞെടുപ്പുകൾ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം ഏതാണ്? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ നിയമം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വോട്ട് ആ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്ന് വ്യക്തമാക്കുന്ന രസീത് ലഭിക്കുന്ന സംവിധാനമാണ് വിവിപാറ്റ്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വോട്ട് താൻ ചെയ്ത സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിച്ചു എന്ന് വ്യക്തമാക്കുന്ന രസീത് ലഭിക്കുന്ന സംവിധാനമാണ് വിവിപാറ്റ്. വിവിപാറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ്. വിവിപാറ്റിൻ്റെ പൂർണ്ണരൂപം വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ്. ആദ്യമായി വിവിപാറ്റ് പരീക്ഷിച്ച വർഷം ഏതാണ്? 2013 നാഗാലാൻഡിലെ നോക്സൺ നിയമസഭാ മണ്ഡലത്തിലാണ് ആദ്യമായി വിവിപാറ്റ് പരീക്ഷിച്ചത്. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി വിവിപാറ്റ് ഉപയോഗിച്ച വർഷം 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 12 നിയോജക മണ്ഡലങ്ങളിലാണ് വിവിപാറ്റ് പരീക്ഷണാർത്ഥം ഉപയോഗിച്ചത്. 2021 തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വിവിപാറ്റ് ഉപയോഗിച്ചു. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വിവിപാറ്റ് സംവിധാനം ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം ഗോവയാണ്. 2017 എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വിവിപാറ്റ് സംവിധാനം ഉപയോഗിച്ച ആദ്യ സംസ്ഥാനം ഗോവയാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ല എന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന സമ്പ്രദായമാണ് നോട്ട അഥവാ നൺ ഓഫ് ദി എബോ, നിഷേധ വോട്ടെന്നൊക്കെ പറയും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ല എന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന സമ്പ്രദായമാണ് നോട്ട. നോട്ട അഥവാ നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസ്. നോട്ട നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസാണ്. നോട്ട നടപ്പിലാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 14-ാമത്തെ. നോട്ട നടപ്പിലാക്കുന്ന 14-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിഷേധ വോട്ട് നടപ്പിലാക്കാൻ പൊതു താൽപ്പര്യ ഹർജി നൽകിയ സംഘടന ഏതാണ്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. ഇന്ത്യയിൽ നിഷേധ വോട്ട് നടപ്പിലാക്കാൻ പൊതു താൽപ്പര്യ ഹർജി നൽകിയ സംഘടന പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആണ്. 2023 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടിയായി അംഗീകാരം നൽകിയത് ഏത് പാർട്ടിക്കാണ്? ആം ആദ്മി പാർട്ടി. 2023 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടിയായി അംഗീകാരം നൽകിയ പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയാണ്? 6. ഇന്ത്യയിലാകെ 6 പാർട്ടികൾക്ക് മാത്രമേ ദേശീയ പാർട്ടി എന്ന അംഗീകാരം ഉള്ളൂ. ആ പാർട്ടികൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, ഭാരതീയ ജനതാ പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ആം ആദ്മി പാർട്ടി. ഈ 6 പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി എന്ന അംഗീകാരം ഉള്ളത്. ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം ഏതാണ്? ചൂലാണ്.
ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം ചൂലാണ്. സിനിമാ താരം കമലഹാസൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? മക്കൾ നീതി മയ്യം. സിനിമാ താരം കമലഹാസൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് മക്കൾ നീതി മയ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ: തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം, തിരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ. ഇവയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ. ഇന്ത്യയിൽ വോട്ടവകാശം ഇല്ലാത്തവർ ആരൊക്കെയാണ്? ഇന്ത്യൻ പൗരത്വമില്ലാത്തവർ, നിശ്ചിത പ്രായപരിധി അതായത് 18 വയസ്സിൽ താഴെയുള്ളവർ, മാനസിക രോഗികൾ, ജയിൽ പുള്ളികൾ, അഴിമതി, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്നിവ മൂലം വോട്ട് ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ, തിരഞ്ഞെടുപ്പ് പട്ടികയിൽ പേരില്ലാത്തവർ. ഇനി പുതുതായി രൂപീകരിച്ച ചില പാർട്ടികളാണ്. ആൻറ്റി കറപ്ഷൻ ഡൈനാമിക് പാർട്ടി രൂപീകരിച്ചത് ജസ്റ്റിസ് CS കർണനാണ്. പീപ്പിൾസ് റിസർജൻറ്റ് ആൻഡ് ജസ്റ്റിസ് അലയൻസ് എന്ന പാർട്ടി രൂപീകരിച്ചത് ഇറോം ശർമിളയാണ്. മക്കൾ നീതി മയ്യം കമലഹാസൻ്റെ പാർട്ടിയാണ്. അമ്മ മക്കൾ മുന്നേറ്റ കഴകം TTV ദിനകരൻ്റെ പാർട്ടിയാണ്. ഹംറോ സിക്കിം ഫുട്ബോൾ താരം ബൈച്ചിങ് ബൂട്ടിയ ആരംഭിച്ച പാർട്ടിയാണ്. ലോക് താന്ത്രിക് ജനതാദൾ ശരത് യാദവിൻ്റെ പാർട്ടിയാണ്. ഇനി പ്രാദേശിക പാർട്ടികളും ചിഹ്നങ്ങളുമാണ്. DMKയുടെ ചിഹ്നം ഉദയസൂര്യൻ, ശിവസേനയുടെ ചിഹ്നം വില്ല്, തെലുങ്ക് ദേശത്തിൻ്റെ ചിഹ്നം സൈക്കിൾ, RJDയുടെ ചിഹ്നം റാന്തൽ, സമാജ്വാദ് പാർട്ടിയുടെ ചിഹ്നം സൈക്കിൾ, തെലങ്കാന രാഷ്ട്രീയ സമിതിയുടെ ചിഹ്നം കാറ്, ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ചിഹ്നം വില്ല്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം ഏണി, ജനതാദൾ യുണൈറ്റഡിൻ്റെ ചിഹ്നം അമ്പ്, ജനതാദൾ സെക്കുലറിൻ്റെ ചിഹ്നം കറ്റയേന്തിയ കർഷക സ്ത്രീ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.